ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിരുന്ന കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണ്. സോ അതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അത് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചാലും അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അവർക്കൊരു വാല്യൂ ഇല്ലാത്ത സാധനങ്ങളല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതൊന്നാമത്തെ കാര്യം. നമ്മൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സോ അതൊരു ഫിനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മളുടെ സ്ട്രാറ്റജി വർക്കാവുന്നതും നമ്മൾ അവരുടെ കൂടെ അവർക്കൊരു പേഴ്സണൽ ട്രെയിനിങ് പോലെ ചെയ്യുന്നതും. അപ്പം ഈ പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോട് ഞാൻ പറയാനുള്ളത്, കാരണം നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നതിലും പേഴ്സൺ ടു പേഴ്സണായിട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു കണക്കിലുള്ള ആൾക്കാർ, ഞാനൊരു 10 പേരെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, മിക്കവാറും അതിലും കുറയും. സോ അത്രയും ആൾക്കാരെ മാത്രം എടുത്ത് നമ്മൾ അവരിൽ ഫോക്കസ് ചെയ്ത് അവരെ ആ ഒരു സാധനത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത് മുന്നേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതിനെക്കുറിച്ച്. സോ കാരണം നിങ്ങൾ ഈ OB FEG മറ്റേത് മറിച്ചേത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്കൊരു കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ട്രേഡിംഗ് അല്ല യഥാർത്ഥ ട്രേഡിംഗ്. സോ അതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയാണ്. അത് വേറുള്ള ട്രേഡേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ മെത്തേഡുകൾ കണ്ട് അവരുടെ സൈക്കോളജികൾ എങ്ങനെയാണ് പോകുന്നതെന്ന് കണ്ട് അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്താലേ പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. ആവാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, ആവാൻ പറ്റാഴികയൊന്നുമില്ല. ആവാൻ ഒരു ഈസി വേ ആണ്. കാരണം അവന് തിങ്കിങ് മാറും, അവൻ്റെ എന്താണ് ഹോൾ ട്രേഡിങ് എന്നുള്ളതിൻ്റെ ആ ഒരു ചിന്താഗതിയെ മാറും. സോ അതിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് കുറേ ടിപ്സ് ആൻഡ് ട്രിക്സുകളുണ്ട്. ഇപ്പോൾ ICTയിൽ തന്നെ ആണെങ്കിലും ഒരാളുടെ എക്സ്പീരിയൻസിൽ കൂടെ മാത്രം അവർക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ, ബിഗിനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ബിഗിനേഴ്സിനെ അല്ല എടുക്കുന്നത്, എന്തെങ്കിലും ഒന്ന് അറിയാവുന്നവരെയാണ് എടുക്കുന്നത്. സോ അവർക്ക് ആ ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് അവരെ എടുക്കുമ്പോൾ ആ ഒരു സാധനങ്ങൾ പെട്ടെന്ന് അവരിലേക്ക് ഡെലിവർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ അതിനകത്ത് മുന്നേക്ക് മാറാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ലപോലെ കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പ്രൂവ്ഡ് ചെയ്തതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% വർക്കൗട്ട് ആകുമെന്നുള്ളതിൻ്റെ ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നു പലരും. അതിനകത്തൊന്നും ഒരു ഇതില്ല, അതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരേ ഫ്ലിപ്പ് നടത്തി പല കാര്യങ്ങളും മാറി നിന്ന് ചിന്തിക്കുന്നവർക്കാണ് നഷ്ടം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങളെല്ലാം ഡെലിവറി ചെയ്തത് ഞാനാണ്. ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നല്ല രീതിയിൽ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ ICT എന്നുള്ളതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും സംസാരിച്ചാൽ. അപ്പം നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം, എനിക്കൊരു നഷ്ടമില്ല അതിൽ. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളിൽ മെയിനായിട്ടുള്ള അഡ്വാൻസ് സാധനങ്ങളാണ്. അഡ്വാൻസ് എന്ന് പറയാൻ പറ്റില്ല അതിന്, എന്ന് പറഞ്ഞാൽ ഇവിടെ അഡ്വാൻസും ബേസിക്കും ഇല്ല. സോ ആസ് എ ഹ്യൂമൻ എങ്ങനൊരു ട്രേഡർ ആവാന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, ഇനി ഇത് ഞാൻ യൂട്യൂബിൽ സംസാരിച്ചില്ല, അതിനെക്കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പം നിങ്ങൾ ഈ കാണുന്നതല്ല യഥാർത്ഥ ട്രേഡിങ്ങും ട്രേഡേഴ്സും, അങ്ങനല്ല അവരുടെ മൈൻഡ് സെറ്റ്. സോ അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കും. നമ്മൾ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് 110% ഇടുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. സോ നെക്സ്റ്റ് വീക്ക്, കഴിഞ്ഞ വീക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞ് പിന്നീട് വീണ്ടും താഴേക്ക് ഡ്രോപ്പ് ചെയ്ത്
ഈ ലിക്വിഡിറ്റി എടുത്തു. അതുപോലെ തന്നെ വീക്കിലി ലോ എടുത്തു, കഴിഞ്ഞ വീക്കിൻ്റെ ലോ എടുത്തു. സോ കഴിഞ്ഞ വീക്കിൻ്റെ ലോ എടുത്തു കഴിഞ്ഞുള്ള പുൾ ബാക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഇത് കഴിഞ്ഞ വീക്കിൽ ലോ എടുത്തു കഴിഞ്ഞിട്ടുള്ള പുൾ ബാക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ നമ്മൾ 50 മിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് തിങ്കളാഴ്ചത്തെ ഡ്രോപ്പ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ബൈ മോഡൽ. ഈ പറഞ്ഞ കാര്യമാണ് സെൽ മോഡൽ. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ഓർ എക്സ്പാൻഷൻ, പിന്നീട് അവിടെ നിന്ന് റിവേഴ്സൽ, സ്മാർട്ട് മണി റിവേഴ്സൽ. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ബൈ മോഡലാണ് ഈ നടക്കുന്നത്. ഈ നടന്നതാണ് സെൽ മോഡൽ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ നമ്മളുടെ കഴിഞ്ഞ വീക്കിൽ നമ്മളുടെ ഏഷ്യൻ എൻട്രി എങ്ങനെ പ്ലേ ചെയ്തു നോക്കാം. ഏഷ്യൻ എൻട്രി, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്തെടുക്കുക. സോ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പ്രീവിയസ് വീക്ക് ലോ എടുത്തു. സോ പ്രീവിയസ് വീക്ക് ലോ എടുത്തു കഴിഞ്ഞ് ഈ ഒരു ദിവസം ഏഷ്യൻ സെഷനാണ് ആ ഒരു ലോ എടുത്തു കഴിഞ്ഞത്. പിന്നീട് അവിടുന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പിന്നീട് പിറ്റേ ദിവസമാണ് നമുക്ക് അടുത്ത ബ്രേക്ക് വരുന്നത്. സോ തിങ്കളാഴ്ച നമുക്ക് പോവാം. തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ $18 to 23. തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ നമ്മൾ ഏഷ്യൻ ഹൈ എടുത്തിട്ട് താഴേക്ക് റിവേഴ്സൽ അടിച്ചു. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്മാർട്ട് മണി റിവേഴ്സലിൽ നിൽക്കുകയാണ്. ഈ ഹൈ എടുത്തതിൻ്റെ അതിൻ്റെ പ്രീമിയത്തിലേക്ക് പ്രൈസ് വന്നു. അവിടുന്ന് താഴേക്ക് ലോ ടൈം ഫ്രെയിം ബ്രേക്കുകൾ ഇവിടെ ആൾക്കാരെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ FEGകളിലേക്ക് താഴേക്ക് മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് പ്രൈസ് പോയി. ഇത് ഞാൻ നേരത്തെ എന്തോ വരച്ച് വെച്ച് എവിടെയോ എൻട്രി എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ന്യൂയോർക്കിലാണ്. സോ ന്യൂയോർക്കിലും അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോയി. നമ്മളുടെ പ്രീവിയസ് വീക്ക് ലോ എടുത്തു. സോ ഇവിടുത്തെ സെൽ മോഡൽ കംപ്ലീറ്റ് ആയി. സെൽ മോഡൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് പിന്നീട് ആ സെൽ മോഡൽ കംപ്ലീറ്റ് ആയത് തന്നെ വീക്കിലി സ്വിങ് എടുത്തപ്പോഴാണ്. വീക്കിലി ലോ എടുത്തപ്പോഴാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ഹൈ, ഡെയിലി ലോസ്, വീക്കിലി ഹൈസ്, വീക്കിലി ലോസ്. ഓക്കെ, സെഷൻ ഹൈസ്, സെഷൻ ലോസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ പിന്നീട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലോയും എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് 18 to 23 നോക്കുകയാണെങ്കിൽ 18 to 23 ഇതാണ് ലോ വരുന്നത്. സോ ലോ സെലക്ട് ചെയ്തു. നമ്മൾ ലോ എടുത്തു കഴിഞ്ഞ് മേളിലേക്ക് ലണ്ടനിൽ ബൈ പോയി. അത് കിടിലൻ ഒരു ബൈ ആയിരുന്നു. നമ്മൾ ഹൈ എടുത്തു, ഏഷ്യൻ ലോ സ്വീപ്പ്, ഏഷ്യൻ ഹൈ സ്വീപ്പ്. ഓക്കെ, പിന്നീട് നമ്മൾ ഏഷ്യൻ ലോയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ആൾക്കാർക്ക് നമ്മൾ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ക്ലിക്കായതും ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റിയ സെറ്റപ്പ് ഇത് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ താഴേക്ക് ബ്രേക്ക് ചെയ്ത് വന്നു, ലോ എടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഏഷ്യയിൽ ബ്രേക്കോ സ്ട്രക്ചർ മേളിലേക്ക് തന്ന് നമ്മളുടെ ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്ത് മേളിലേക്ക് പോയി. പിന്നീട് ന്യൂയോർക്ക് താഴേക്ക് വന്ന് നമ്മളുടെ ലണ്ടൻ ലോസ് എടുത്തു, കൺസോൾട്ടേറ്റഡ് ആയി. ഇതൊരു NFP വീക്കാണ്. സോ NFP വീക്കുകളിൽ ഇങ്ങനെയാണ് സംഭവിക്കാറ്. സോ ആ ഒരു ബുധനാഴ്ച തൊട്ട് പിന്നീട് അങ്ങോട്ട് ഒരു കൺസോൾട്ടേറ്റീവ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ ബുധനാഴ്ച നമ്മളുടെ ന്യൂയോർക്ക് നോക്കിയാൽ കാണാം ലോയും ഹൈയും എടുത്ത് നിൽക്കുന്നത്. സോ എന്നിട്ടത് പിന്നീട് ആ ഒരു ഇത് കണ്ടിന്യൂവേഷൻ ചെയ്ത് നമ്മളുടെ NFP വീക്കിൽ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് ലിക്വിഡിറ്റീസ് ക്ലിയർ ചെയ്ത് ആ ഒരു ബൈ കണ്ടിന്യൂവേഷൻ തന്നെ മുകളിലേക്ക് പോയി. സോ ഇതാണ് നമ്മളുടെ NFP വീക്കിൽ നടന്നത്. ഇവിടെയൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരോട് ഞാൻ പണ്ട് പോലെ പറയാറുള്ളതാണ്, പിന്നെ ആരും കേൾക്കാറില്ല. NFP വീക്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യും, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ. ഓക്കെ, എന്നാലും നമുക്ക് ലണ്ടനിലും ഒക്കെ ട്രേഡ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ന്യൂയോർക്കിലേക്ക് ട്രേഡ് ചെയ്യാതിരിക്കുക മാക്സിമം. ഇതിനകത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രേഡിങ് ഇപ്പം ഒരു സിറ്റുവേഷണൽ ട്രേഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്കൊരു പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓവർ ട്രേഡ് ചെയ്യാനുള്ള ഇമോഷൻ കൂടും. കാരണം
ലോസ് അടിക്കും, നല്ലപോലെ ലോസ് അടിച്ച് വീണ്ടും അത് തിരിച്ചു പിടിക്കാനുള്ള മൂഡ് ആ ഒരു ടൈമിലുണ്ടാവും. അതുപോലെ മാർക്കറ്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യും, വീണ്ടും വീണ്ടും കയറുമെന്ന് പറഞ്ഞു. ഞാനത് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ പിറ്റേ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്തു. നമ്മുടെ ഏഷ്യൻ എൻട്രി ഉണ്ടോ നോക്കാം. 18/23. ഓക്കെ, നോക്കുകയാണെങ്കിൽ നമ്മൾ ലോ സ്വീപ്പ് ചെയ്തു. ഇപ്പം 22.00 ആണ് നോക്കുന്നതെങ്കിൽ ഇതൊരു ഏഷ്യൻ ലോ ആയിട്ട് എടുക്കാം. പക്ഷേ 18/23 നോക്കുന്നവർക്ക് ഇത് മേബി ഒരു അടി കിട്ടിയേക്കാം. സോ അത് കഴിഞ്ഞ് ലോ സ്വീപ്പ് ചെയ്തു. പിന്നീട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, മേളിലേക്ക് പോയി. എൻട്രീസ് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു എന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം. എനിക്ക് എൻട്രി കിട്ടിയിട്ടില്ല ഇവിടെ, ഈ ഒരു എൻട്രി ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സോ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. സോ ഞാനത് ലീവ് ചെയ്ത്. പിന്നീട് ന്യൂയോർക്ക് ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല, പിന്നീട് ഞാൻ അനങ്ങിയിട്ടില്ല ഇതിനകത്ത്. അപ്പം നമ്മളുടെ ഹൈ ആൻഡ് ലോയും എടുത്തു, പിന്നീട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് തന്നു. സോ നമ്മൾ റിവേഴ്സലായി, മെയിൻലി സ്ട്രക്ചർ റിവേഴ്സലായി. നമ്മൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഇതാണ് നമ്മുടെ. സോ നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ FEGs എന്തൊക്കെയുണ്ട്, ബട്ട് അതൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. റിയാക്ട് ചെയ്തത് തന്നെ നമ്മളുടെ ആ ബുള്ളിഷിൽ തന്നെ കണ്ടിന്യൂവേഷൻ ചെയ്താണ് പോയത്. സോ ഇപ്പം 4 ഹവറിൽ നോക്കി കാണാം, ഈ ഒരു ബുള്ളിഷ് സ്ട്രക്ചറിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഇപ്പം നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഡെയിലി FEGയിലാണ് NFP റിയാക്ട് ചെയ്തേക്കുന്നത്. സോ ഇതൊരു ഡെയിലി FEG ആണ്. ഡെയിലി FEG ക്രിയേറ്റ് ചെയ്തേക്കുന്നത് തന്നെ ലിക്വിഡിറ്റീസ് ബിൽഡ് ചെയ്തിട്ടാണ്. സോ ലിക്വിഡിറ്റീസ് എടുത്ത് കറക്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ FEGയുടെ 50% മേളിലാണ് പ്രൈസ് നിൽക്കുന്നത്. എന്നിട്ട് പ്രൈസ് മേളിലേക്ക് പോയി. സോ ആ ബുള്ളിഷ് ടെൻഡൻസി കീപ്പ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സോ പ്രൈസ് താഴേക്കാണ് പോകുന്നതെന്നുള്ളതിന് നമുക്ക് നേരത്തെ തന്നെ ഇവിടുന്ന് ഒരു ഇതുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡെയിലിയിൽ തന്നെ ആയിരുന്നു തോന്നുന്നു, ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലിയിലല്ല, 1 ഹവറിലാണ് ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, മിറ്റിഗേഷൻ ബ്ലോക്ക് അല്ല, ബ്രേക്കറാണ്. ആ ബ്രേക്കറിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത് താഴേക്ക്. അവിടെ 1 മിനിറ്റിലോ എന്തൊക്കെയോ GBP USDക്കകത്തായിരുന്നു തോന്നുന്നു ക്ലീൻ സെറ്റപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇതിൽ തന്നിട്ടുണ്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ താഴേക്ക് വന്നു. ഈ ഒരു FEGയിൽ മിറ്റിഗേഷൻ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്ത് വീണ്ടും ബ്രേക്ക് തന്നു. ബ്രേക്ക് തന്നു കഴിഞ്ഞ് ഇതിൻ്റെ FEGയിൽ തന്നെ കിട്ടില്ല, ഡ്രോപ്പാണ് തന്നത് NFP. ആ NFP പോയത് നമ്മുടെ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് പിന്നീട് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, FEGയിൽ മിറ്റിഗേറ്റ് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, FEGയിൽ മിറ്റിഗേറ്റ് ചെയ്തു, മേളിലേക്ക് പോയി. സോ കിഡിലൻ NFP ആയിരുന്നു. NFP കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം, ബട്ട് അത് എപ്പോഴും പ്രാവർത്തികമാണെന്നില്ല. മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഇത്രയും ലിക്വിഡിറ്റി വന്നു കഴിഞ്ഞ് ഇങ്ങനെ റണ്ണ് എപ്പോഴും തരണമെന്നില്ല. വൺസ് ഞാനിത് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നിൽ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞ് റിട്രേസ് ചെയ്ത് താഴേക്ക് പോകും, അല്ലെങ്കിൽ മേളിലേക്ക് പോകും. സോ ഇതായിരുന്നു നമ്മളുടെ. ഇനി ഏഷ്യയുടെ നമ്മുടെ മറ്റേ എൻട്രീസ് ഉണ്ടായിരുന്നു നോക്കാം. ഏഷ്യൻ സെറ്റപ്പ് 18/23. ആ 18/23 നല്ല കിഡിലൻ സെറ്റപ്പുകളാണ് വരുന്നത് ഏഷ്യയിൽ എൻട്രി എടുക്കുന്നവർക്ക്. സോ ഇവിടെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടില്ല. സോ ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്കിവിടുന്ന് എൻട്രി ഉണ്ടായിരുന്നു, അതെടുത്തിട്ടുള്ളവരുണ്ട്. സോ കിഡിലൻ അവർ ഈ ഏഷ്യൻ ഹൈ എടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതായിരുന്നു കഴിഞ്ഞ വീക്കിൽ ഏഷ്യൻ എൻട്രി എന്ന് പറയുന്നത് 1, 2. ഇത് വീണ്ടും സ്വീപ്പ് ചെയ്തു, പിന്നീട് അഗ്രസീവ് ആയിരുന്നു. 1 മിനിറ്റിൽ എൻട്രി ഉണ്ടായിരുന്നു. സോ അത് ഞാൻ കൂട്ടുന്നില്ല, 1, 2, 3 എൻട്രി കിഡിലനായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നമ്മളുടെ ഗ്രൂപ്പിൽ ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു 3 എൻട്രി തന്നെയാണ് അവന് TP അടിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 5 എൻട്രി എന്തോ എടുത്തു, അതിനകത്ത് 2 ലോസും 3 TP ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. സോ ഇതിനകത്ത് പിന്നീടുള്ള ഏഷ്യൻ എൻട്രി ഫ്രൈഡേയിൽ ഞാൻ വിട്ടുപോയതല്ല,
വിട്ടതാണ് NFP ആയതുകൊണ്ട് പിന്നെ നോക്കാം നമുക്ക് എൻട്രി ഉണ്ടോ എന്നുള്ളതും. എൻട്രി ഏഷ്യൻ ലോ എടുത്തു. പിന്നീട് ബ്രേക്കോ സ്ട്രക്ചർ ചിലപ്പോൾ ആദ്യത്തേത് SL അടിച്ചിട്ടുണ്ടാവും, രണ്ടാമത്തേത് TP പോയിട്ടുണ്ട്, സാധനം കിട്ടില്ലേ. ഏഷ്യ ഈസ് അമേസിങ്. സോ 1 2 3 4 എൻട്രീസ് ഉണ്ടായിരുന്നു. സോ ഇതിലൊരു SL വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് റിട്രേസ്മെൻറ്റിൽ എൻട്രി എടുക്കുന്നവർ, സെക്കൻഡ് റിട്രേസ്മെൻറ്റ് എൻട്രി എടുക്കുന്നവർക്ക് TP അടിക്കും. സോ അതൊക്കെ അവരുടെ റൂളാണ്. ഒരു എൻട്രി എടുക്കാം, 2 എൻട്രി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഫോർവേഡ് ടെസ്റ്റിൽ ഉണ്ടാകുന്ന റിസൾട്ടിൻ്റെ റൂള് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെങ്കിൽ കിടിലൻ ഒരു വീക്കായിരുന്നു. നമ്മൾ ഇതിനകത്ത് ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മാർക്കറ്റ് മേക്കർ, സെൽ മോഡൽ, ബൈ മോഡൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ മെയിൻ പോയിൻറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഏഷ്യയുടെ സെറ്റപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ NFP എന്തുകൊണ്ട് മേളിലേക്ക് പോയി എന്നുള്ളത് നല്ല ക്ലീനായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞു. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എല്ലാ വീഡിയോയിലും ഞാൻ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും, പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ബിഗിനറാണ്. അതുമാത്രമല്ല, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതാണ് ഒരു PT ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അവർക്ക് എനിക്കത് പറഞ്ഞു കൊടുക്കാം തുറന്ന്. ഇവിടെ എനിക്ക് വന്നിരുന്ന് തുറന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഇത് ചൂഷണം ചെയ്യാൻ ആൾക്കാർ ഒരുപാടാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ തുറന്ന് പറയാത്തത്. ഇപ്പം തന്നെ നമുക്ക് ഇത്രയും നാൾ നമ്മളോട് സംസാരിച്ച് കൂളായിട്ട് നിന്നവർ ഒറ്റയടിക്ക് തിരിഞ്ഞ് നിന്നപ്പോൾ അതിനകത്തുനിന്ന് അവരെ പോലുള്ള ആൾക്കാർക്ക് നമ്മളുടെ കാര്യങ്ങൾ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു തോന്നാനുള്ള കാരണം അവർ തന്നെ സൃഷ്ടിച്ചു. സോ ഞാൻ ഇതിനകത്ത് വലുതായിട്ടൊന്നും കാണുന്നില്ല. എനിക്ക് ആരെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അതിൻ്റെ ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് നമ്മളത് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തത്. സോ ഓൾവേസ് വെൽക്കം ടു എവരി വൺ. അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇന്നത്തേത് നമ്മളിന്ന് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീക്ക് അടിപൊളിയായിട്ട് വരട്ടെ, എല്ലാവരും പ്രോഫിറ്റബിൾ ആവട്ടെ, നല്ല നല്ല സെറ്റപ്പുകൾ കിട്ടട്ടെ. അപ്പം see you guys in next video. Stay safe. Sipping on back for the next say something. Never tell her back that I never stay running. Sipping on facts, damn know I got stacks in the lab, taking bitches straight for another cat.